ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ കനത്ത തിരിച്ചടിയായിരിക്കുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ എക്സിലൂടെ ലോകത്തെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫ്ലോറിഡയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാൻ അവരുടെ മിസൈൽ പദ്ധതി വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെന്നും യുറേനിയം സമ്പുഷ്ടീകരണവും ആണവായുധ പരിപാടികളുമൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ഇപ്രകാരമാണ്: അവർ കൂടുതൽ ശക്തരായി തിരിച്ചു വരുന്നുണ്ടെന്ന് കേൾക്കുന്നു, അവരുടെ മിസൈൽ പദ്ധതികൾ പുനരുജ്ജീകരിക്കപ്പെടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾക്ക് തകർക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം, അതായത് ബെന്യാമിൻ നെതന്യാഹുവിന്റെ ആഗ്രഹപ്രകാരം ഇറാന്റെ മിസൈൽ പദ്ധതികളെയും ഇറാന്റെ ആണവ പദ്ധതികളെയും വീണ്ടും ഞങ്ങൾ ആക്രമിക്കും എന്ന് തന്നെ ധ്വനിപ്പിക്കുന്ന ഈ ഒരു പ്രതികരണത്തിന് മറുപടി എന്നോണമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞത്. കനത്ത തിരിച്ചടിയായിരിക്കും, അതികഠിനവും കഠോരവുമായിരിക്കും ഈ വരാൻ പോകുന്ന യുദ്ധമെന്ന്. ഏതുപോലെ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ 1980കളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ മരിച്ച ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കാൾ കൂടുതൽ കഠിനമായിരിക്കും വരാൻ പോകുന്ന യുദ്ധമെന്നാണ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞത്. അതായത് പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധമായിരിക്കും വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ജൂണിൽ നമുക്കറിയാം, കഴിഞ്ഞ ജൂണിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ 12 ദിവസത്തെ അതിശക്തമായ യുദ്ധം നടന്നു എന്നുള്ളതാണ്. ആ യുദ്ധത്തിൽ നിരീക്ഷണ ഗ്രൂപ്പായ ആക്കിൽഡ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 12 ദിവസത്തെ യുദ്ധത്തിൽ 27 ഇറാനിലെ പ്രവിശ്യകളിൽ 360 ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ്. കാര്യമായും അവരുടെ സൈനിക സ്ഥാപനങ്ങളെയും സൈനിക സജ്ജീകരണങ്ങളെയും അതുപോലെ സർക്കാർ സ്ഥാപനങ്ങളെയും ആണവ പദ്ധതികളെയുമാണ് ഈ ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടുള്ളത്. 1000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ആ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു. 30-ലധികം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ അന്ന് ഇറാനിൽ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അതിനു പകരമായി ഇറാൻ ഇസ്രായേലിലേക്ക് 500-ൽ പരം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുള്ള ആക്രമണം നടത്തി എന്നുള്ളതാണ്. 36 എണ്ണം അതിൽ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെ പതിച്ചു. ഇരുപക്ഷത്തും വളരെ ശക്തമായ ആക്രമണം നടത്തുകയും ഇരുപക്ഷത്തും വളരെ ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഇക്കഴിഞ്ഞ കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പരക്കായിരുന്നു ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ഹൈഫ നിന്നു കത്തി എന്നുള്ളതാണ്. ഹൈഫയുടെ ഒരു ഭാഗം തീപിടിച്ചു. തന്ത്രപ്രധാനമായ ഇസ്രായേലിലെ ഒരു നഗരമാണ് ഹൈഫ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ പല പ്രവർത്തനങ്ങളെയും ഇറാന്റെ ആക്രമണം ബാധിച്ചു. നിരവധി ആളുകൾ മരിച്ചു, നിരവധി സജ്ജീകരണങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇസ്രായേൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം, ഒരു പ്രതികരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇറാനിലും കനത്ത നാശം തന്നെ ഇസ്രായേൽ വിതച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണെങ്കിലും ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളുണ്ടായ 12 ദിവസത്തെ ഈ യുദ്ധത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റും ബെന്യാമിൻ നെതന്യാഹുവും പറയുന്നത്. അമേരിക്ക ഇറാനുമായി അവരുടെ മിസൈൽ പദ്ധതി നിർത്തലാക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഉടനടി തന്നെ അവരെ നേരിടേണ്ടി വരുമെന്ന് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞത് പ്രകാരം തന്നെ ഇവർക്ക് കഴിഞ്ഞ 12 ദിവസത്തെ വാറിൽ ഇവർക്ക് നേരിടേണ്ടി വന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഇറാന്റെ മിസൈൽ പദ്ധതികളെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതുവരെ ബെന്യാമിൻ നെതന്യാഹുവും അതുപോലെ ട്രംപും ആരോപിച്ചിരുന്നത് എന്ന് പറയുന്നത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നും ആണവായുധം നിർമ്മിക്കുന്നു എന്നുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു വാദവുമായി കൂടിയാണ് ഇരുവരും രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇറാൻ മിസൈൽ പദ്ധതി ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അമേരിക്കൻ നഗരമായ ന്യൂയോർക്കിനെ പോലും ആക്രമിക്കുവാനുള്ള, വാഷിങ്ടൺ DC പോലും ആക്രമിക്കാൻ ശേഷിയുള്ള ബഹുദൂരം സഞ്ചരിക്കുന്ന മിസൈൽ ഇറാൻ വികസിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്
ട്രംപിനെ പ്രകോപിതനാക്കി യുദ്ധക്കളത്തിലേക്ക് ഇറക്കുവാൻ ബെന്യാമിൻ നെതന്യാഹു ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ വാഷിങ്ടണിനെ ആക്രമിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ളത് ലോകത്തിന് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരു വിഷയമാണ്. ചില വിഷയങ്ങളിൽ പ്രകോപിതനാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഗസയിൽ വെടിനിർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന ബെന്യാമിൻ നെതന്യാഹുവിന് ഇറാനുമായി പുതിയൊരു യുദ്ധത്തിലേക്ക് പോകുവാനുള്ള ത്വരിതപ്പാടിലാണ് ഈ അമേരിക്കൻ സന്ദർശനം ഉള്ളത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും ജൂണിൽ നടന്ന യുദ്ധത്തേക്കാൾ കഠിനവും കഠോരവുമായ യുദ്ധമായിരിക്കും ഇനിയൊരു പ്രാവശ്യം കൂടി ഇറാനെ ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത് ഇസ്രയേലും അതുപോലെ അമേരിക്കയും യൂറോപ്പും നമുക്ക് തികച്ചും എതിരാളിയായി അവരോടൊരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് ഇറാൻ കടക്കുകയാണ് എന്നും തന്നെയായിരുന്നു. തികച്ചും ഇറാൻ ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ. ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തേക്കാൾ ജൂണിന് മുമ്പുള്ളതിനേക്കാൾ ശക്തി പ്രാപിച്ച ഒരു ഇറാനെ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, തീർച്ചയായും നമുക്കറിയാവുന്ന വിഷയമാണ്, ഇറാന്റെ ഭാഗത്ത് നിന്ന് 12 ദിവസം യുദ്ധം ചെയ്തപ്പോൾ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഇസ്രയേൽ നേരിട്ടത് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുള്ള ആക്രമണവും കഴിഞ്ഞ ആക്രമണത്തെക്കാൾ കൂടുതൽ കഠിനവും കഠോരവും ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇറാനും ഇസ്രയേലും ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും അശാന്തി രൂപപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലൊരു യുദ്ധം പുറപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടക്കുവാനും അവിടെ ഉപരോധം സൃഷ്ടിക്കുവാനും അത് ലോകത്ത് എണ്ണവിലയിൽ വർധനവുണ്ടാക്കുവാനും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുവാനും അങ്ങനെ തുടങ്ങി ആഗോള വിപണിയിൽ ഇടിവുണ്ടാകുവാനും ഇങ്ങനെ പല വ്യത്യാസങ്ങളും ലോകക്രമത്തിൽ തന്നെ വരാൻ പോകുന്ന ഒരു യുദ്ധമായിരിക്കും വരാൻ പോകുന്നത് എന്നു തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്തരത്തിലൊരു യുദ്ധം നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഖത്തറിലേക്ക് അമേരിക്കൻ ബേസായ മേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസായ ഖത്തറിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്നുകൂടിയായിരുന്നു എത്രയും പെട്ടെന്ന് ട്രംപ് ഇരുവിഭാഗവും വെടിനിർത്തലിലേക്ക് എത്തണമെന്ന് പ്രഖ്യാപനം നടത്തുകയും മറ്റുമൊക്കെ ചെയ്തത്. തീർച്ചയായും ഇസ്രയേലും ഇറാനും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുകയും അത് നമ്മെ ഓരോരുത്തരെയും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഇത്തരത്തിലൊരു കലുഷിതമായ അന്തരീക്ഷം നീങ്ങിപ്പോകുന്നത് കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ ബഹ്റൈൻ, കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങൾ ഈ ഒരു യുദ്ധത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അമേരിക്കൻ ബേസ് ഈ കുവൈത്തിലും അതുപോലെ ബഹ്റൈനിലും മറ്റിടങ്ങളിലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എവിടെയായിരിക്കും ഇറാൻ ആക്രമിക്കുക എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളൊക്കെ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും മിഡിൽ ഈസ്റ്റ് വീണ്ടും അശാന്തിയിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് അമേരിക്ക ദ്രുതഗതിയിൽ ഇസ്രയേലിൻ്റെ പ്രകോപിപ്പിക്കലിന് ഇറങ്ങുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും ഇത്തരത്തിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമ്മെ ഓരോരുത്തരെയും അത് ബാധിക്കും, ലോകക്രമത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.